നമ്മളിൽ മിക്ക ആളുകളെയും കൺഫ്യൂഷൻ ആക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോം റിനോവേഷൻ അല്ലെങ്കിൽ വീട് പുതുക്കി പണിയുക എന്നുള്ളത്. നോർമൽ കേസിൽ രണ്ട് സിറ്റുവേഷനുകളിലാണ് നമുക്ക് വീട് റിനോവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഒന്ന്, നമ്മുടെ വീടിന് വേണ്ടത്ര വലിപ്പം പോരാ, അല്ലെങ്കിൽ കിടപ്പുമുറികളുടെ എണ്ണത്തിലുള്ള കുറവ്, അതുമല്ലെങ്കിൽ ഒരു മുറിയോട് ചേർന്ന് നമുക്കൊരു ടോയ്ലറ്റ് നിർമ്മിക്കുക, അല്ലെങ്കിൽ രണ്ട് മുറികൾ പാർട്ടീഷൻ ഒഴിവാക്കിയിട്ട് അതൊരൊറ്റ റൂമാക്കി മാറ്റുക, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. സെക്കൻഡ് സ്റ്റേജിൽ നമ്മുടെ വീടിന് അത്യാവശ്യ വലിപ്പമുണ്ടെങ്കിൽ തന്നെയും കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ പുതിയൊരു സ്റ്റൈലിലേക്ക്, ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന കണ്ടംപററി സ്റ്റൈലിലേക്ക് മാറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇതിൽ പ്രധാനമായും ആ വീടിൻ്റെ പഴയ മോഡലുള്ള സിറ്റൗട്ടുകൾ പൊളിച്ച് പണിയുക, അതുപോലെ തന്നെ സൺഷെയ്ഡ് ധാരാളമായി കട്ട് ചെയ്തിട്ട് ചെറിയ വിൻഡോയ്ക്ക് മുകളിൽ മാത്രം ഷെയ്ഡ് കൊടുക്കുകയും ഷിംഗിൾസ് പോലുള്ള മറ്റ് കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഭംഗി കൂട്ടുന്നതുമാണ്. എന്തു തന്നെ ആയാലും മിക്കവാറും സാധാരണ വീടുകളിൽ ഇത്തരത്തിലുള്ള റിനോവേഷനുകൾ പതിവാണ്. നിങ്ങൾക്കറിയാം, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കാണുന്ന നമ്മുടെ പല സുഹൃത്തുക്കളും വാട്സപ്പിലൂടെയും മറ്റും എൻ്റെ അടുക്കൽ ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയും എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാക്സിമം ഞാൻ അതിന് ആൻസർ ചെയ്യാറുമുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും തിരക്കുള്ള സമയങ്ങളിലാണ് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ വൈകുകയോ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യാറ്. ഇത് പറയാനുള്ളൊരു കാരണം, ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ കമൻറ്റ്സ് ചെയ്യാറുണ്ട്. നിനക്ക് വേറെ പണിയില്ലേടാ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, നിർത്തിയിട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമൻസുകൾ. ഇനി കമൻറ്റ് ബോക്സിൽ വന്ന് ഇത്തരം മോശമായ അഭിപ്രായം പറയുന്നവരോട് ഒരു കാര്യം, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് കൊണ്ട് സാധാരണക്കാരായ കുറച്ചെങ്കിലും ആളുകൾക്ക് അത് ഉപകാരപ്പെടുന്നു എന്നറിയുന്നു. ഇനി എൻ്റെ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ നിങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ അത് മറ്റ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ് വേണ്ടത്. പറഞ്ഞു വന്നത്, ദയവ് ചെയ്ത് മോശം കമൻസുമായിട്ട് ഇൻബോക്സിലേക്ക് വരരുത് എന്നാണ്. അപ്പോൾ ഒരു വീട് പുതുക്കി പണിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. ഒരു പുതിയ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് അതിൻ്റെ വർക്കിന് മുമ്പ് തന്നെ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണയും അതിൻ്റെ കൃത്യമായ ഒരു എസ്റ്റിമേഷനും നമ്മുടെ കൈവശമുണ്ടാവും. എന്നാൽ ഒരു പഴയ വീട് പുതുക്കി പണിയുമ്പോൾ ഇത്തരത്തിൽ ഒരു കൃത്യമായ എസ്റ്റിമേഷൻ എടുക്കുക, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത് തികച്ചും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പലപ്പോഴും ഇത്തരം റിനോവേഷൻ വർക്കുകളിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ കേസിൽ പുതുക്കി പണിയുന്ന ഒരു വീടിൻ്റെ കട്ടളയും ഡോറും മാറ്റിയിട്ട് അവിടേക്ക് ഒരു പുതിയ ഡോറ് ഫിക്സ് ചെയ്യണം എന്നിരിക്കെ, നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെറിയൊരു എസ്റ്റിമേഷൻ ഇട്ടതിന് ശേഷം ആ ഒരു ഡോറ് ഇളക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ മുകളിലേക്ക് ലിൻഡൽ കോൺക്രീറ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പോർഷൻ ഒരു പക്ഷേ അവിടെ നിന്നും ഇളകി പോരും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ വീണ്ടും നമ്മൾ കോൺക്രീറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു എക്സ്പെൻസിലേക്ക് പോകും. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു ഭാഗത്തായിരിക്കും ഇലക്ട്രിക് ലൈൻ പോവാറ്. അപ്പോൾ അതിനും നമ്മൾ വീണ്ടും ഒരു എസ്റ്റിമേഷൻ കാണേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഒത്തിരി പഴക്കമുള്ള ഇത്തരം വീടുകൾ പൊളിച്ച് പണിയുന്നത് ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ നമ്മൾ ജനിച്ചു വളർന്ന വീടിനോടുള്ള ഒരു സ്നേഹം, ഒരു നൊസ്റ്റാൾജിക് ഫീൽ അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പുതിയൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടത്ര പൈസ നമ്മുടെ കൈവശം ഇല്ലാത്ത പക്ഷവും ഇത്തരത്തിൽ നമ്മൾ വീട് റിനോവേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഒരു പഴയ വീട് പുതുക്കി പണിഞ്ഞതിന് ശേഷം പലരും പറയുന്ന ഒരു വാക്കുണ്ട്, ഇതിനേക്കാൾ നല്ലത് പുതിയൊരു വീട് വെക്കലായിരുന്നു എന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ ഒരു പുതിയ വീട് വെക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് പഴയ ഒരു റിനോവേഷൻ വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാകും എന്നുള്ളതാണ്. പിന്നെ എത്ര മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പഴയ വീട് പുതുക്കി പണിഞ്ഞാലും ചില ഭാഗങ്ങളിലെങ്കിലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതൊരു പഴയ കെട്ടിടമാണ് എന്നുള്ളത്. വീടിൻ്റെ വലിയൊരു ഭാഗം റിനോവേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വ്യക്തമായ ഒരു കാൽക്കുലേഷൻ നമുക്ക് വേണം. ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇരട്ടിയോളം ശ്രദ്ധ ഒരു പഴയ പ്രോജക്റ്റിലേക്ക് നമുക്ക് ആവശ്യമാണ്. ഒരു പുതിയ വീട് നിർമ്മിക്കുന്നതിനേക്കാൾ ചിലവ് ഒരു പഴയ വീട് റിനോവേറ്റ് ചെയ്യാൻ വരുമെന്ന് പറയാനുള്ള കാരണം, നമുക്ക് ഒന്ന് ഇതിൻ്റെ കെട്ടിട ഭാഗങ്ങൾ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവ്.
നമുക്ക് ഇത്തരം ഭാഗങ്ങൾ പൊളിച്ചു നീക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള ക്ഷതവും ഏൽക്കാതെ വേണം ഇത്തരം ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ. ഇനി പലപ്പോഴും ഇത്തരം പഴയ വീടുകളിലെ പ്ലംബിങ്ങും ഇലക്ട്രിക്കലും പൂർണ്ണമായും പുതുതായി ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ പ്ലംബിംഗ് ചെയ്യുന്ന സമയത്ത് പൈപ്പുകളും ക്ലോസറ്റുകളും ഒക്കെ ഇളക്കി മാറ്റുന്ന സമയത്ത് അവിടുത്തെ ടൈൽസിന് ഡാമേജ് വരികയും ആ ഒരു പഴയകാലത്തെ ടൈല് പിന്നെ നമുക്ക് കിട്ടാതെ വരികയും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ ടൈലുകൾ ഇളക്കി മാറ്റിയതിന് ശേഷം പുതിയ ടൈലുകൾ പാകേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, നമ്മുടെ പഴയ വീടിനോട് ചേർന്ന് പുതിയ റൂമുകൾ ഇറക്കുന്ന സമയത്ത് ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ ടൈമിൽ വളരെ നല്ല രീതിയിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് വേണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ പഴയ ബിൽഡിങ്ങും ആ പുതിയൊരു വാളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്തെല്ലാം നല്ല രീതിയിൽ മെഷ് ഉപയോഗിച്ചുകൊണ്ട് വേണം പ്ലാസ്റ്ററിങ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഭാവിയിൽ ആ ഒരു ചുവരിൽ വിള്ളലും അതുപോലെ തന്നെ മുകളിൽ ലീക്കേജും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പഴയ ചുവരുകളിലും അല്ലെങ്കിൽ പഴയ റൂഫുകളിലുമൊക്കെ മോശം പ്ലാസ്റ്ററിങ് കാണാറുണ്ട്. ഇത്തരം ഭാഗങ്ങൾ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് റീപ്ലാസ്റ്റർ ചെയ്തു വരുന്നൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെ ചെയ്താൽ അധികം വൈകാതെ തന്നെ ആ ഒരു സ്ഥലത്തെ പ്ലാസ്റ്ററിങ് മുഴുവനായി വീണ്ടും വേർപെട്ട് വരികയും നമ്മുടെ പൈസ നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ ആ ഒരു പോർഷൻ പൂർണ്ണമായിട്ടും പ്ലാസ്റ്ററിങ് കൊത്തി ഇളക്കി കളഞ്ഞതിന് ശേഷം പൂർണ്ണമായും പ്ലാസ്റ്റർ ചെയ്താൽ അത് വീണ്ടും ദീർഘകാലം ഈട് നിൽക്കും. ഇനി ഇത്രയും പൈസ മുടക്കി നമ്മൾ റിനോവേറ്റ് ചെയ്യുന്ന ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്നത് ആ ഒരു പഴയ വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ ഉറപ്പാണ്. ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് വേണ്ടത്ര ധാരണയില്ലാതെ മുകളിലേക്ക് കെട്ടിടങ്ങൾ പണിഞ്ഞാൽ ഭാവിയിൽ ഫൗണ്ടേഷൻ ഇരുന്നു പോകാനും ഈ ഒരു കെട്ടിടത്തിന് ധാരാളം വിള്ളലുകൾ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇത്തരം ജോലികൾ ആരംഭിക്കുന്നതിന് മുമ്പ് വിദഗ്ധനായ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായം തേടുന്നത് നല്ലതാണ്. റിനോവേഷൻ ടൈമിൽ വീടിൻ്റെ അകത്തളങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഭംഗി വരുത്താനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം മാക്സിമം ഓപ്പണിംഗ് നൽകുക എന്നുള്ളതാണ്. നന്നായി കാറ്റും വെളിച്ചവും കടക്കാത്ത വീടുകളിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധ പഠന റിപ്പോർട്ട്. ഇനി പഴയ വീടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വളരെ ചെറിയ ഓപ്പണിങ്ങുകൾ മാത്രമേ ഇത്തരം ഭവനങ്ങളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം ഓപ്പണിങ്ങുകൾക്ക് ധാരാളം പ്രാധാന്യം നൽകുക. ഇനി ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ പഴയ വീടുകളുടെ ഫ്ലോറിങ് മിക്കവാറും റെഡ് ഓക്സൈഡോ അല്ലെങ്കിൽ മൊസൈക്ക് പോലുള്ള സാമഗ്രികൾ കൊണ്ടായിരിക്കും നിർമ്മിക്കുക. നമ്മൾ റിനോവേറ്റ് ചെയ്യുമ്പോൾ വെട്രിഫൈഡ് ടൈൽ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഇളക്കിക്കളയാതെ ഇതിൻ്റെ മുകളിൽ ഗം അപ്ലൈ ചെയ്തുകൊണ്ട് വെട്രിഫൈഡ് ടൈൽ പാകുന്നൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ പഴയ ഡോറുകൾ നിലനിർത്തുകയാണെങ്കിൽ ഇതിൽ ഹൈറ്റ് വ്യത്യാസം വരികയും ആ ഡോറിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ എത്ര ചെറിയ വർക്കാണെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഡ്രോയിങ് തയ്യാറാക്കിയിട്ട് നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ പൈസ കാലിയാകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തുടർന്ന് പണികൾ മുന്നോട്ട് പോകും തോറും ആവശ്യമില്ലാത്ത ഒരുപാട് ചിലവുകൾ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി മാത്രം റിനോവേഷൻ വർക്കിലേക്ക് കടക്കുക. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.